കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അമ്മായിയമ്മ പോരിനെ പറ്റിയാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരമ്മായിയമ്മ പോരിനെയും പേടിക്കാത്ത വിധം സന്തോഷത്തോടെ സമാധാനത്തോടെ ഭാര്യയ്ക്കും ഭർത്താവിനും വീട്ടിൽ കഴിയാൻ പറ്റുന്ന ചില മാർഗങ്ങളെ പറ്റിയാണ്. പലപ്പോഴും ഒരു പുരുഷൻ പകച്ചു പോകുന്ന ഘട്ടമാണ് ഉമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ പെട്ടുപോകുന്ന ഒരു രംഗം. ആരെയും കൈയൊഴിയാൻ പറ്റില്ലല്ലോ. ഭാര്യയെ മാറ്റി നിർത്താൻ പറ്റില്ല, ഉമ്മയെ പിണക്കാൻ പറ്റില്ല. രണ്ടുപേരെയും സ്നേഹിക്കണം, രണ്ടുപേരുടെയും സ്നേഹം നമുക്കും കിട്ടണം. എന്താണ് അതിനൊരു പോംവഴി? ഒട്ടുമിക്ക വീടുകളിലും ഭാര്യയും ഉമ്മയും തമ്മിൽ വഴക്കും വക്കാണവുമൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യ ഉമ്മയുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു എന്നറിയുമ്പോൾ ആ വാക്കുകൾ ന്യായാന്യായങ്ങളുടെ ത്രാസിലിട്ട് തൂക്കിക്കാണരുത്. ഉമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നത്. ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഉമ്മ ജീവിച്ച് വളർന്ന ചുറ്റുപാട്, നമ്മുടെ ഭാര്യയുടെ ജീവിത ചുറ്റുപാട്, നിലവാരം, ഇതൊക്കെ മനസ്സിലാക്കണം. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ആ വീട്ടിലെ കാര്യസ്ഥയാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് വീട്ടിലേക്ക് കടന്നു വന്ന മരുമകൾ സമാധാന ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ അടിമയെപ്പോലെ പേടിച്ച് കഴിയണമെന്നൊന്നുമല്ല. ആ ഉമ്മയുടെ മാനസികമായ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളിടത്താണ് ഒരു സ്ത്രീയുടെ വിജയം. തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ തൻ്റെ സ്വന്തം ഉമ്മയാണെന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് ഒരു പെൺകുട്ടിയുടെ വിജയം ഇരിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, രാവിലെ ജോലിസ്ഥലത്തേക്ക് പോകുന്ന ഭർത്താവിനോട് ഉമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയാൻ ശ്രമിക്കണം, ഉമ്മയുടെ മരുന്നൊക്കെ തീർന്നിട്ടോ, ഇക്ക വൈകിട്ട് വരുമ്പോൾ മറക്കാതെ ആ മരുന്ന് വാങ്ങിക്കൊണ്ട് വരണം. ഉമ്മയുടെ ബ്രഷൊക്കെ പഴയതായി കേട്ടോ, നല്ലൊരു ബ്രഷ് ഉമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് വരണം. ഇത് ഉമ്മ കേൾക്കുമ്പോൾ ഉമ്മയ്ക്ക് മനസ്സിലാകും, അല്ലാ, ഞാൻ എന്തൊരു നന്മ ചെയ്തിട്ടാണോ ഇത്രയും നല്ലൊരു മരുമകളെ എനിക്ക് കിട്ടിയത് എന്നാ ഉമ്മ ചിന്തിക്കാതിരിക്കില്ല. അതുപോലെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയേക്കാൾ താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ ഉമ്മയെ തന്നെയാണ്. നേരത്തെ ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൊടുത്ത സ്നേഹവും പരിഗണനയും ഒരു കുറവും വരുത്തുകയില്ല, വരുത്തിയിട്ടുമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു മകന് കഴിയണം. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഉമ്മയോടല്ലേ ആദ്യകാലത്ത് ചോദിച്ചു കൊണ്ടിരുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷവും ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കുക. എന്നിട്ട് ഉമ്മയോട് ചോദിക്കും, ഉമ്മ എന്തൊക്കെയാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതിൻ്റെ ലിസ്റ്റ് തരൂ. അപ്പോൾ ഉമ്മ അവളോട് ചോദിക്കും, എടി എന്തൊക്കെയാണ് വേണ്ടത്, അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവനോട് പറഞ്ഞുവിട് എന്ന് ഉമ്മ അവളോട് പറയും. അമ്മായിയമ്മ പോരും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും ഒന്ന് ചെയ്തു നോക്കൂ. സന്തോഷവും സമാധാനവും കളിയാടുന്ന ഒരു ഗ്രഹാന്തരീക്ഷം നിങ്ങൾക്ക് ലഭിക്കും, തീർച്ചയാണ്.